Neha Suresh, Reshna Raji, Reshna Pradesh, Nimisha, Arya Krishnenji, Manisha, Arya Mod, Ashwari Sadish, Diya MJ, Krishnapriya Vinoda, Suganya Tia, Veena Venu, Ponnu Prakash, Hans Maria Manuel, Devika Krishnan, Needu. ഇങ്ങനെ 15ഓളം കുട്ടികൾ ഒരു പരാതി തന്നിട്ടുണ്ട്. ആ പരാതിയിൽ ഓക്കെ 15ഓളം പെൺകുട്ടികളാണ് ഒലിവിയ ഡിസൈനേഴ്സിനെതിരെ ഇപ്പൊ നിങ്ങൾ പേര് കണ്ടല്ലോ കംപ്ലൈന്റുമായിട്ട് പോയിട്ടുള്ളത്. മൊബൈൽ ഫോണുകൾ കിട്ടാത്തതാണ് മെയിൻ കംപ്ലൈന്റ്. ശമ്പളം കിട്ടാത്ത കംപ്ലൈന്റും ഉണ്ട്. അടൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇവർ കംപ്ലൈന്റ് ചെയ്തത്. ഈ ഒരു സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഒലിവിയ ഡിസൈനേഴ്സിന്റെ അച്ചു അവിടെ ചെന്ന സമയത്ത് ആകെ യൂട്യൂബർമാരെ കണ്ടപ്പോൾ തന്നെ അവരവിടെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ, വീണ്ടും പറയണ്ട. അവരത് പോലീസുകാരെ വിളിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവിടെ, എനിക്ക് അത് വരാൻ തയ്യാറല്ല, താല്പര്യമില്ലാത്ത അവരവിടെ തിരിച്ചുപോയി. ഇതാണ് സംഭവിച്ചത്. അപ്പോ അതുകൊണ്ട് തന്നെ ആളുകൾ പറഞ്ഞ് പേടിച്ച് പിന്മാറി എന്നൊക്കെ പറയുന്നു. പക്ഷെ ഒലിവിയ ഡിസൈനേഴ്സിന്റെ അച്ചു എന്താണ് ചെയ്തത് നിങ്ങൾക്ക് അറിയോ? അവർ കൃത്യമായിട്ട് ഇതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾ 57 മിനിറ്റുള്ള ഒരു വീഡിയോ അവർ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ ചെയ്ത വീഡിയോ ആണ്. ഞാൻ ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വയറിന് കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ ജെനുവിൻ ആയിട്ട് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുകൊണ്ടല്ല, ഇത്ര അധികം പെൺകുട്ടികൾ അലിഗേഷൻ വന്ന് അല്ലെ, ഒരുപാട് കുട്ടികൾ വന്നു. ഈ പെൺകുട്ടികളൊക്കെ എവിടെ? ഇപ്പൊ പേഴ്സണലായിട്ട് ഓരോ ആളുകൾക്കും വീഡിയോ ചെയ്യുന്ന ഓരോ ആളുകൾക്കും വീഡിയോ വിത്ത് വോയിസ് ക്ലിപ്പൊക്കെ അയച്ചു കൊടുത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട് അല്ലെ. ഇവരൊക്കെ എവിടെ എന്നുള്ളതാ. ഇവർക്ക് വേണ്ടി സംസാരിച്ച യൂട്യൂബർമാർ ഇപ്പൊ ആരായി? അതായി എന്നുള്ളതാണ്. ഓക്കെ, അതുൽ വ്ളോഗിനെ ഇവർ വിളിച്ചു എന്നുള്ളത്. അതുൽ വ്ളോഗ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയ ആളാണ്. എങ്ങനെയെങ്കിലും കുട്ടികൾക്ക് നീതി വാങ്ങി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇടപെട്ട ഒരു മനുഷ്യനാണ് അതുൽ അല്ലെ. ഈ അതുലിൻ ഈ പെൺകുട്ടികളെ വെച്ച് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഇവർ വരണ്ടേ? ഈ വിഷയത്തിൽ ഇവർ ഡീൽ ചെയ്യണ്ടേ അല്ലെ? അതല്ലേ ചെയ്യേണ്ടത്. അത് ഇപ്പൊ ഈ പറയുന്ന ഒലിവിയയുടെ അച്ചു തന്നെ പറയുന്നുണ്ടോന്ന് കേൾക്കുക. അല്ലെങ്കിൽ അതിൽ ഇവരെ ഫോൺ കളക്ട് ചെയ്തിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ഇവരൊക്കെ ഒലിവിയയുടെ റൂൾസ് ഒക്കെ അനുസരിച്ചിട്ടാണോ പോയത്? റിസൈലൊക്കെ തന്നിട്ടുണ്ടോ? ഇവർക്ക് ഇവിടെ ജോലി ചെയ്തതിന്റെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? അതോ ഇവർ സാലറി കിട്ടാത്ത പ്രൂഫ് വല്ലതും ഉണ്ടോ? അപ്പൊ പറഞ്ഞു അനക്കമില്ല. ഞാൻ ചാറ്റ് കംപ്ലീറ്റ് നിങ്ങളെ കാണിക്കാം. അതിന്റെ അനക്കമില്ല. എന്റെ ഹസ്ബൻഡ് കോൺടാക്ട് ചെയ്തു. അതിന് നീതി മേടിച്ചു കൊടുക്കണ്ടേ? നിങ്ങൾ യൂട്യൂബിൽ കൂടെ പറഞ്ഞതല്ലേ ഈ കുട്ടികൾക്ക് നീതി മേടിച്ചു കൊടുക്കണം. ഞാൻ നീതി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു ഓണർ എന്ന നിലയിൽ ഞാൻ എന്റെ ഭാഗം തയ്യാറാണ്. ഇവര് തരുന്നത്. ഞാൻ വീണ്ടും ഡിവൈഎസ്പി ഓഫീസിൽ പോയി. ഓക്കെ, പറഞ്ഞു കേട്ടില്ലേ? അതുൽ വ്ളോഗിനെ വിളിച്ച് സംസാരിച്ചു. അതായത് ഈ ഒരു വിഷയത്തിൽ ഒരു നീതി വാങ്ങി കൊടുക്കണ്ടേ, ആ പെൺകുട്ടികളോടൊന്ന് ഡീൽ ചെയ്യൂ, സംസാരിക്കൂ എന്ന് പറയുമ്പോൾ അതുൽ വ്ളോഗ് കമ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയട്ടെ. ഈ പറയുന്ന ഒലിവിയ ഡിസൈനേഴ്സിന് അത്യാവശ്യം നല്ല ഹോൾഡ് ഉണ്ട് അല്ലെ. അത്യാവശ്യം നല്ല ഹോൾഡ് ഉണ്ട്. ഇപ്പൊ ഹൈക്കോടതി വക്കീലായിട്ടുള്ള വിമല വിനു അങ്ങനത്തെ ഒരാളാണ് ഇവരുടെ ഈ ഒരു കേസ് ഏറ്റെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ പേടിച്ച് വിറച്ചിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഒരു 99% അത് തന്നെയാണ്. 99 കൂട്ടാം. ഈ പേടിച്ച പെൺകുട്ടികൾ അതിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവര് ചിലപ്പോ പേടിച്ച് പിന്മാറാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവാം. സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും അതിലവിടെ കുടുങ്ങി ഒരവസ്ഥയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് അവരെ മൊബൈൽ ഫോൺ കിട്ടണം, അവരെ പണം കിട്ടണം. ഇതിന് വീഡിയോ ചെയ്യുമ്പോൾ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ ഈ ഒലിവിയ പോയി എന്നുള്ളതാണ് സംഭവം. ഒരു വിഷയത്തിലെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ അവർക്ക് വലിയ സമയം വേണമെന്നുള്ള, കൃത്യമായിട്ട് ഒരു പോയിന്റിൽ എത്തിക്കാൻ ഒരുപാട് ടൈം എടുത്ത് വീഡിയോ കണ്ടറിയാം. ഒരു സീത പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമാവും. എന്തുകൊട്ടെ ഇനി അതന്നെ പറയുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് നിയമത്തിന്റെ വഴിയിൽ പോയി അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ വിളിപ്പിച്ചപ്പോ ഇവര് ആ മൊബൈൽ ഫോൺ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതോടുകൂടി ആ വിഷയം അവസാനിച്ചേ. നോക്കണം, ഇപ്പൊ 1200 വീഡിയോസ് എതിരെയാണ് ഒലിവിയ ഡിസൈനേഴ്സ് എന്താ കേസല്ല സ്ട്രൈക്ക് കൊടുത്തതെന്ന് പറയുന്നത്. 1200 വീഡിയോസിൽ എന്തിനൊക്കെയാണ് സ്ട്രൈക്ക് കൊടുത്തുള്ളത്? ഒന്ന്, ഇവരുടെ ഫോട്ടോ വെച്ച് വൃത്തികെട്ട രീതിയിലുള്ള തമ്പനയിൽ ഉണ്ടാക്കിയ ആളുകൾക്കാണ് ഒന്നാമത്തത്. വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത ആളുകളുണ്ട്. ഈ പറയുന്ന അച്ചു എന്ന് പറയുന്ന സ്ത്രീയെ മോശപ്പെട്ട രീതിയിൽ വേശ്യ എന്നൊക്കെ വിളിച്ചു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് എടുത്ത വീഡിയോസിനെതിരെയാണ് ഇവർ സ്ട്രൈക്ക് കൊടുത്തിട്ടുള്ളത്. മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ കൃത്യമായി അന്വേഷണങ്ങൾ നടത്തി വീഡിയോ ചെയ്ത ആളുകൾക്കൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ടില്ല. ഇനി ഈ മാസം 6-ാം തീയതിക്കുള്ളിൽ ആളുകൾക്കൊക്കെ വക്കീൽ നോട്ടീസ് വരും എന്നാണ് പറയുന്നത്. കോടതിയിൽ നിന്നുള്ള നോട്ടീസ് കിട്ടും. അതായത് ഇവർക്ക് പല രീതിയിലുള്ള കേസ് അവർ കൊടുത്തിട്ടുണ്ട്. അവര് നഷ്ടപരിഹാരത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല കേസും കൊടുത്തിട്ടുണ്ട്. ഇവരെ വിശ്വസിച്ച് ഒരുപാട് ആളുകളുണ്ട്.
ഇപ്പൊ എന്റെ ഫാമിലിയിൽ തന്നെ നമ്മൾ ടൈലറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പണ്ട് ഞങ്ങൾ ഇവിടുന്ന് മദ്രാസിലേക്ക്, അതായത് ഇപ്പത്തെ തമിഴ്നാട്ടിലെ മദ്രാസിലേക്ക്, മദിരാശിയിലേക്കാണ് ഞങ്ങൾ ഇവിടുന്ന് ബൾക്കായിട്ട് തുണി അടിച്ച് ഈ ഡ്രസ്സ് അടിച്ച് കൊടുത്തിരുന്നത്. പിന്നീട് അത് സ്വന്തം സ്ഥാപനങ്ങളിലേക്ക് ചുരുങ്ങി. നമ്മളും ടൈലേഴ്സാണ്. വീട്ടില് അമ്മയും ചേച്ചിയും വല്യമ്മയും എല്ലാവരും ടൈലർമാരാണ്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ അറിയാം. അതായത് നമുക്കൊരു ഓർഡർ കിട്ടുമ്പോൾ ആ ഓർഡർ കിട്ടി അത് പരമാവധി ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്നത്. ചില്ലറ വരുമാനം കിട്ടുള്ളൂ. ബൾക്കായിട്ട് പോകുമ്പോൾ അത്യാവശ്യം കിട്ടും. അപ്പൊ ഇവരെ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ സ്ഥാപനം, ഈ പരിപാടികൾ നടത്തുന്ന അവിടെ ഇവിടെ ഒക്കെ ഓരോ സ്ഥലങ്ങളെ പേര് പറഞ്ഞു അവിടെ കണ്ട് ഇവർ ഈ സ്ഥാപനം അടച്ച് പൂട്ടാൻ പോവുകയാണ്. പൂട്ടി എന്ന് വിചാരിക്കുക. അത്രയും ആളുകളുടെ ഒരു കഞ്ഞുകുടി മുട്ടും. ഇവർ പറയുന്ന കാര്യത്തിൽ ഇപ്പൊ ന്യായമില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ഈ കാര്യം പറയുമ്പോൾ എന്നോട് ചില ആളുകൾ ചിലപ്പോൾ കമന്റ് ഇടും, നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ, നീ ഇപ്പൊ ഇവരുടെ കൂടെയാണോ? ഞാൻ ആരെയും കൂടെ അല്ല, ഞാൻ നീതിയുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും പെൺകുട്ടികൾ ഇപ്പൊ അതിലുള്ളോഗിൻ എന്താ ഇവർ സംസാരിച്ചപ്പോൾ അതിലുള്ളോഗിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താ, അതിലുള്ളതൊന്നും മിണ്ടുന്നില്ല എന്ന്. എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ ചിലപ്പോൾ നിസ്സഹായാവസ്ഥയാണ്. ആ പെൺകുട്ടികൾ ചിലപ്പോൾ പേടിച്ചിട്ടുണ്ടാവും, വരാതിരുന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. അവരെ കോണ്ടാക്ട് ചെയ്യും, അവരെ ഓരോരുത്തരെയായിട്ട് വിളിപ്പിക്കും. അപ്പോഴാണ് നിങ്ങൾ ഇത് കൊടുക്കേണ്ടത്. ഇനി ഇതിനപ്പുറം എന്ത് നീതിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്? ഇതിനപ്പുറം എന്ത് നിയമമാണുള്ളത്? അതേപോലെ ഓക്കെ, മനസ്സിലായില്ലേ? അതായത് പോലീസ് സ്റ്റേഷനിൽ ഇവർ വിളിച്ചു, കേസ് കൊടുത്ത അടിസ്ഥാനത്തിൽ വിളിച്ചു. പോലീസുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഓരോ ദിവസം ഓരോ കുട്ടിക്കോ അല്ലെങ്കിൽ 2 കുട്ടിക്കൊക്കെയാണ് ഈ ഒരു സംഭവം കൊടുക്കേണ്ടതായിട്ടുള്ളൂ. നിയമത്തിന്റെ വശം അങ്ങനെയാണ്. അപ്പോ ആ രീതിയിൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് നീതിയാണ് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാമതൊരു അലിഗേഷൻ അവിടെ നിൽക്കുന്നത് സിബിക്കെതിരെ കുറെ പെൺകുട്ടികൾ എന്തോ പറഞ്ഞ് രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഈ പെൺകുട്ടികളൊന്നും നിയമത്തിന്റെ മുന്നിൽ പോകാൻ തയ്യാറല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലായി. ഇത് ഇപ്പൊ വിജിരാജ് അഞ്ചൽ എനിക്കൊരു കമന്റ് ഇട്ടു, നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടോ? പല ആളുകൾക്ക് നീതിയല്ല വേണ്ടത്, ഈ ഒരു സ്ഥാപനത്തിന് കരിവാരി തേക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറയുന്നു. ഈ വിജിരാജ് അഞ്ചൽ മുന്നേ തുടക്കം മുതലേ ഈ ഒലിവിയക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ജിനൂസ് വ്ലോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. ആളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ സിബി എന്ന് പറയുന്ന ആളെയും ഈ സ്ത്രീയെയും വളരെ മോശപ്പെട്ട രീതിയിൽ വീഡിയോ ചെയ്ത് ആ വീഡിയോ എപ്പോഴും അതിന്റെ അടി കിടക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ലൈവിൽ വരെന്ന് വന്ന് പറഞ്ഞപ്പോ ജിനൂസ് ഫുള്ളായിട്ട് ഒലിവിയെ എന്താണ് മറ്റുള്ള ആളിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഈ ജിനൂസ് വ്ലോഗ് അടക്കം മോശപ്പെട്ട രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എപ്പോഴും ഡിലീറ്റ് പോലും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അതായത് എന്താ പറഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കാണാം. സിബി അല്ലെങ്കിൽ അച്ചു, ഈ അച്ചു എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോയിലും വളരെ മോശപ്പെട്ട രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവർ നീതി കൊടുക്കുന്നില്ല എന്ന് പറയുന്ന പെൺകുട്ടികളുടെ വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ത്രീയെ വെച്ച് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 33 വയസ്സ്, എന്റെ പ്രായം, ഞങ്ങൾ ഒരേ പ്രായക്കാരാ. അപ്പൊ അച്ചുവിനെ എതിരെ മോശപ്പെട്ട ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ചെയ്യേണ്ടതായിട്ടില്ല. കാരണം അവര് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, ഈ മൊബൈൽ ഫോണുകൾ പിടിച്ചു വെച്ചതിനെ കുറിച്ച് ഒരു ന്യായീകരണം പറഞ്ഞു അല്ലെ. ആ ന്യായീകരണം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആ ന്യായീകരണം ശരിയല്ല, അത്രയും പെൺകുട്ടികൾക്ക് നീതി കിട്ടില്ല എന്നുള്ളൊരു ന്യായീകരണങ്ങളായിരുന്നു തുടക്കത്തില്. ഇപ്പൊ അത് മാറുന്നു. അതായത് ഒരു 3-4 വീഡിയോ ആയിട്ട് അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവർക്കും കൊടുക്കാമെന്ന് പറയുന്നു. അതോടുകൂടി അത് കഴിഞ്ഞു. അതായത് എല്ലാവർക്കും വേണ്ടത് എന്താ, ഇവർക്ക് കിട്ടാണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതല്ലേ. അത് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആ വിഷയം കഴിഞ്ഞ് വീഡിയോ ഞാൻ അവസാനിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അവരൊരു വീഡിയോ ചെയ്തു, 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തു. ഞാൻ 3 മണിക്ക്, ഞായറാഴ്ച 3 മണിക്ക് ഇതിനൊരു എക്സ്പ്ലനേഷൻ തരും വിത്ത് എവിഡൻസ് എന്ന് പറയുന്നു. എവിഡൻസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇവരുടെ സ്ഥാപനം താൽക്കാലികമായിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അത് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷന്റെ പേപ്പർ കിട്ടാത്തതുകൊണ്ടാണ്. അതും ഞാൻ ചൂണ്ടിക്കാണിച്ചതാ. ഇവർ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ള കമന്റുകൾ അടൂരുള്ള ആളുകളൊക്കെ ഒരുപാട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് പിന്നെ GST വെട്ടിപ്പിനെ കുറിച്ച് പല ആളുകളും പറയുന്നുണ്ട്. GST വെട്ടിപ്പ് നല്ല രീതിയിൽ ഈ ഒലിവിയ ഡിസൈനേഴ്സിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അവിടെ നമ്മൾ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചിട്ട് അതൊരു അന്വേഷണം നടക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ DYSP പറഞ്ഞൊരു വാക്ക് അത് അവർ കേൾപ്പിച്ചു തരുന്ന ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നമുക്ക് ഈ കംപ്ലൈന്റ് തന്നേക്കുന്ന അവരന്ന് കംപ്ലൈന്റ് കൊടുത്തത് CSR എടുക്കും. ആ സെയിം കംപ്ലൈന്റിനാണ് DYSP എടുത്തേക്കും തന്നിരിക്കുന്നത്. അപ്പോ എന്നോട് CSR അന്ന് പറഞ്ഞത് നമ്മൾ ഇത് കൊടുക്കാൻ ഇങ്ങനെ ഫോൺ എന്തെങ്കിലും നിങ്ങളുടെ ബിസിനസ് പെർമിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുണ്ട്, അത് കൊടുക്കാൻ തയ്യാറാണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ്, അടുത്ത ഡേറ്റുകൾ പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ധന്യമേടത്തിന് ഇതിന്റെ ഇത് ഏൽപ്പിച്ചു. ഞാൻ അന്ന് തൊട്ടപ്പോൾ ഡേറ്റ് പറഞ്ഞാൽ മതി ഓരോരുത്തരായിട്ട് അവരുടെ പേരൻസുമായിട്ട് വന്ന് ഓരോരുത്തരെ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പം പക്ഷേ സ്റ്റേഷനിലോട്ട് നമ്മുടെ ധന്യമാമിനെ വിളിച്ച ഫോൺ എടുക്കുന്നില്ല. പിന്നെ
ഓക്കെ, ഞാനതിന് ചുരുക്കാൻ പറയാം, കാരണം അത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ശബ്ദത്തിന് പ്രശ്നം ഉണ്ടാവും. അതായത് ഈ ഒരു കേസ് പോലീസ് ഏറ്റെടുത്തതാണല്ലോ, ആ ഒരു ഡേറ്റുകൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ കോടതിയിൽ നിന്നോ കിട്ടും. ആ ഡേറ്റുകളിൽ അവർക്ക് ഓരോരുത്തരെ വിളിച്ചിട്ട് ഈ ഒരു മൊബൈൽ ഫോണുകൾ തിരിച്ചു നൽകുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സംഭവം പറഞ്ഞത്. ഇപ്പൊ സിബിയുടെ ഒരു വോയിസ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികൾക്കും ഞാൻ പണം കൊടുക്കില്ല എന്നുള്ള ഒരു കാര്യം ഇവർ തുറന്നു പറയുന്നുണ്ട്. പണം കൊടുക്കില്ല, കോടതി കയറി ഇറങ്ങി വാങ്ങട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ പേടിക്കും. ഇനി എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞ് ഓരോ യൂട്യൂബർമാരെ എടുത്ത് പോയിട്ടുള്ള ആ പെൺകുട്ടികളൊന്നും മിണ്ടില്ല, പിന്മാറും. പേടിയാണ്. കാരണം കോടതി കേസിൽ നിങ്ങളെ കയറ്റി ഇറക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഭയം, ആ ഭയം കൊണ്ട് പെൺകുട്ടികൾ പോവില്ല. ഇപ്പൊ അതുള്ളോകിന്റെ അവസ്ഥ അതാവാനാണ് സാധ്യത, എനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും കൊള്ളാം. ഈ ഒരു വിഷയം സൗമ്യമായ രീതിയിൽ ഇനി അവസാനിക്കുകയോ ഒക്കെയോ അറിയില്ല. കുറെ യൂട്യൂബർമാർക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 1200 കേസിൽ ഏകദേശം 1000 കേസുകളോളം മോശപ്പെട്ട രീതിയിൽ വൃത്തികേടുകൾ പറഞ്ഞു എന്ന രീതിയിലൊക്കെയാണ്. പിന്നെ വേശ്യ എന്ന് വിളിച്ചു വീടിന്റെ മുന്നിൽ വന്ന് എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പെൺകുട്ടികൾ എന്തോ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞു. പിന്നെ കൺമണി ഇറ്റ്സ് മീ കൈസിന് ഇത് കൊട്ടേഷൻ കൊടുത്തു. അതുപോലെ തന്നെ മഞ്ഞക്കാടുള്ള ഒരാളെ നമുക്ക് ഈ കാര്യത്തിൽ ഏൽപ്പിക്കാം, ഇവരെ അടിക്കാൻ അല്ലെങ്കിൽ തട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോന്റെ ഇടയിൽ പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. കൊട്ടേഷൻ കൊടുക്കാം, മനസ്സിലായോ? കൊട്ടേഷൻ കൊടുക്കാം. യെല്ലോ കാർഡ് ഉള്ള ഒരു വ്യക്തി ഉണ്ടെന്ന് അവരുടെ കസ്റ്റഡിയിൽ. യെല്ലോ കാർഡ് എനിക്കറിയില്ല കേട്ടോ, ഈ യെല്ലോ കാർഡ് എന്തുവാ റെഡ് കാർഡ് എന്തുവാ എനിക്കറിയത്തില്ല. യെല്ലോ കാർഡ് ഉള്ള ഒരു വ്യക്തി അവരുടെ കസ്റ്റഡിയിലുണ്ട്. ആ വ്യക്തിയെയും കൊണ്ട് എന്റെ വീട് കയറി അടിച്ചു കഴിഞ്ഞാൽ അത് കേസാകത്തില്ല. കൺമണിയുടെ ചാറ്റ് തന്നെ ഞാൻ സൈഡിൽ കൊടുക്കാം, ഞാൻ ഒത്തിരി ഉള്ളത് കൊണ്ട് എല്ലാം തപ്പിയെടുത്ത് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി പറയുകയാണ്, യെല്ലോ കാർഡ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ആ വ്യക്തി അടിച്ചു കഴിഞ്ഞാൽ ഇതാണോ. എന്താണ് ഈ യെല്ലോ കാർഡുള്ള വ്യക്തി എന്നൊന്നും എനിക്കും മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. ഞാനത് വലിച്ചു കിട്ടുന്നില്ല. ഇത്രയും പെൺകുട്ടികൾ അലിഗേഷൻ ആയിട്ട് വന്നു. അപ്പൊ ആ പെൺകുട്ടികളൊക്കെ എവിടെയെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഞാൻ എന്തായാലും വീഡിയോ ചെയ്തിട്ടുള്ള രീതികൾ എങ്ങനെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്ന വീഡിയോസ് ആണ്, ഓഡിയോസ് ആണ്. അത് സിബി പറഞ്ഞ അലിഗേഷൻ, സിബി പറഞ്ഞ കുറെ കാര്യങ്ങൾ, ഫൈൻ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഭീഷണിയുടെ സ്ഥലത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നിന്ന് കളക്ട് ചെയ്ത വോയിസുകളാണ്. ആരും എനിക്ക് നേരിട്ടിട്ട് ഇൻസ്റ്റഗ്രാം വഴിയോ അങ്ങനെ ഒരു വഴിയും എനിക്ക് ഒരാളും ശബ്ദം അയച്ചു തന്നിട്ടില്ല. യൂട്യൂബർമാര് സംസാരിച്ച വിഷയം അതിലുള്ള വോയിസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു, അത്രേ ഉള്ളൂ. ഇത്രയും പെൺകുട്ടികൾക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അവരൊന്നും വെളിച്ചത്തിൽ വരാൻ തയ്യാറല്ലെങ്കിൽ അവർക്ക് ആ നീതി അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അങ്ങനെ ഭയത്തിന്റെ മുൻമുനയിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, പേടിയാണെങ്കിൽ എന്തിനാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച യൂട്യൂബർമാര് കോടതി കയറി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചെങ്കിലും കരുണയുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആ യൂട്യൂബർമാർക്ക് എതിരെ നിൽക്കാതെ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് കൊടുത്ത് നിൽക്കുക. കാരണം ഇപ്പോൾ ഇവിടെ ഇട്ട യൂട്യൂബർമാരിട്ട ഈ ഒരു വോയിസുകളൊന്നും കോടതിയിൽ തെളിവായിട്ട് വില പോവില്ല. അത് നിങ്ങൾ തന്നെ നേരിട്ടിട്ട് നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ കോടതിയിൽ തന്നെ പറയേണ്ടി വരും, കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ചുരുക്കം. ഓക്കെ, ഒലിവിയ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം പൂട്ടിപ്പോണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത ഒരു മനുഷ്യനല്ല ഞാൻ. ആദ്യം തന്നെ ഞങ്ങൾ പറയാം, അവർ ഇനിയും നാളെ ഈ ഒരു തെറ്റ്, ഈ ഫൈൻ ഈടാക്കുന്ന ഈ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഒരു ബോധവൽക്കരണം എന്ന രീതിയിലുള്ള വീഡിയോ ആണ് നമ്മുടെ വീഡിയോസ്, അല്ലെ? ഒരിക്കലും ഇനി ഈ ഒരു പെൺകുട്ടികൾ ഈ വിഷയത്തിൽ മുന്നോട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഭയത്തിന്റെ മുൾമുനയിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ഈ വീഡിയോയോട് കൂടി ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, സംസാരിച്ച് തൊണ്ടയിലെ വെള്ളം പറ്റി എന്നല്ലാതെ ഇതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഇടിച്ച് പൊട്ടിക്കുക. നമ്മൾ പുതിയ വിശേഷങ്ങളും വാർത്തകളായിട്ട് വീണ്ടും വരിക. അതുവരെയും ദിസ് ഈസ് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.